വെൽക്കം ടു Free Fire India is set in a virtual world. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ പുതിയൊരു ചാനലിലേക്കാണ്. പുതിയതല്ല, ഇത് നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ഫ്രീ ഫയറിലേക്കാണ്. ഇത് നമ്മളെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, ക്ലാസ്മേറ്റ്സാണ്, വരുന്നുണ്ട്. 3 ആണ്. അപ്പോൾ നമ്മൾ ഒക്കെ ഫുൾ സെറ്റപ്പോടെയാണ്, നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാവുന്നതല്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ വൺ ടാപ്പിനാണ് നേരെ വൺ ടാപ്പ്. ഇവന്മാരൊക്കെ ഫുൾ വൺ ടാപ്പ് എന്ന് പറയും, ചിലവർ വൺ ടാപ്പ് അടിക്കില്ല. അതുകൊണ്ട് നമ്മളും കുറച്ച് ഫീച്ചർ മേടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ കളിയിലേക്ക് വില്ലീസാണ് എത്തിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ ഒരു ഡെസേർട്ടും 2-3 ഗ്ലൂ വാൾ എടുത്തിട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഗ്ലൂ വാൾ എടുക്കാൻ പറഞ്ഞു, ഗ്ലൂ വാൾ കൂട്ടാം, മറക്കാതെ ഗ്ലൂ വാൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സിറ്റപ്പ് ചെയ്ത് പോവാണ്. നമ്മളെ കളിയിലെ നഖം വളരെ മനോഹരമാണ്. അപ്പോൾ FFൻ്റെ മറ്റൊരു വീഡിയോസിന് വേണ്ടി താഴെ കമൻ്റ് അടിക്കുക. നിങ്ങൾക്ക് ഏത് മണ്ടിലാണ് ഞങ്ങൾ ഇടേണ്ടത് എന്ന് കമൻ്റ് അടിക്കുക. റെയർ ബണ്ടിൽസ് ഒഴികെ മറ്റുള്ള എല്ലാ ബണ്ടിൽസും നിങ്ങൾക്ക് ആവാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഡ്രോപ്പ് ചാടി. അപ്പോൾ ഗൈസ്, വന്നു ഡബിൾ ടേക്ക് ചെയ്തു ഗൈസ്. വൺ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ പഠിക്കുന്നുണ്ട്, ഞാൻ ഓൺലി വൺ ടാപ്പ് എന്ന് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. നോക്കായി ഗൈസ്. ഗൈസ്, ചെറിയ ലാഗിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വോയിസൊക്കെ ഒന്ന് ഓണാക്കി, ലാഗ് ഗൈസ്. ഒക്കെ ക്ലാസ് ബാക്കിൽ നിന്ന് വരികയാണ്. Double takedown. നമ്മളെ പെട്ടി റെഡിയാക്കി. ഇതാണ് നമ്മളെ മെയിൻ. അപ്പോൾ ഗൈസ്, നമ്മളെ കോസ്റ്റ്യൂമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഡെസേർട്ടും ഗ്ലൂ വാൾസും പിന്നെ 2 മഷ്റൂം എടുത്തു. ഇവന്മാരൊക്കെ ഇവിടെ പോയാലോ പോകേണ്ടോ ചോദിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടരാന്ന്. അതെന്തായാലും കയ്യാനായില്ല, സംഭവം തുടങ്ങിയിട്ടുള്ളൂ. അപ്പം പിന്നെ ഞാൻ കയ്യാനായില്ല എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവന്മാരൊക്കെ അത് വരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഒരു വൺ ടാപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, വൺ ടാപ്പ് നേരെ കൊള്ളുന്നില്ല. വൺ ടാപ്പ് ഒഴുകി വേറൊന്നും നേരെ കൊള്ളുന്നില്ല. കണ്ടോളില്ല. നമ്മളറിയാം വൺ ടാപ്പ് ഒഴിക്കുക സാധാ പോലെ ശരിയായി. റൗണ്ട് 2 നമ്മൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥലം തൊള്ളി മുക്കിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഓടിക്കളയാം. ഞാൻ കരുതുന്നത് നമുക്ക് ഇവന്മാരെ പിന്നാലെ പോകണം, വേണ്ടല്ല ഗൈസ്. അപ്പോൾ ഗൈസ്, സെറ്റിങ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ വേഗം പോകാം ഗൈസ്. അല്ല, ഇവന്മാരിത് എങ്ങോട്ടാണ് പോകണേ? ഞങ്ങൾ റിവേഴ്സ് ഗിയർ ഇടേണ്ടി വരുമോ? വേണ്ടല്ലോ ഗൈസ്, ഇവിടെ തന്നെ. ഇങ്ങോട്ടന്നെ വന്നു. ഉണ്ട്. സുഹൃത്തിനെ കാണാമല്ലോ കേട്ടോ. ഞാനിത് അവിടെ പോയി നമ്മുടെ ടീമിൽ 2 പേരുണ്ട് അവിടെ. എടാ
അടിക്കല്ലടാ Double takedown. അടിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഭയങ്കര പണിയായിപ്പോയില്ലേ. നമ്മൾ സെറ്റിങ്സ് ഒന്നും കൂടി സാധാ പോലെ ആക്കാം. സെറ്റിങ്സ് എനിക്ക് അത്ര പറ്റുന്നില്ല ഗൈസ്. ഇത് ത്രിബിൾസ് ആയതുകൊണ്ടേ ത്രിബിൾ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് എയ്സ് ഒന്നും അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ നേരെ പോയി ഇനി അതേ കൺസേൺ എടുക്കാൻ പറ്റുക. ഇത് റൂൾസൊക്കെ വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് ഉള്ളിൽ പോരാത്തതിന് 1 ടാപ്പ് ഓൺലി. ഇപ്പോൾ ഒരു ബുള്ളറ്റ് ആക്കിയാൽ മനുഷ്യൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാകും. ഭാഗ്യത്തിന് ഇവന്മാർ ഒരു ബുള്ളറ്റ് ആക്കി. ഓക്കെ അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഗൈസ് നെക്സ്റ്റ് വെപ്പൻ 1 ടാപ്പ് അടിച്ചു ഗൈസ്. യെസ് ഗൈസ് നമ്മൾ ബൂയ അടിച്ചു വിക്ടറി. അപ്പം നമ്മളത് പ്രോ ആരുമല്ല ഫിദാൻ പ്രോ. അപ്പോൾ ഗൈസ് അപ്പം മിസ്റ്റർ ഹാക്കർ ഇതാ ഒരു കളി ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ ചെയ്യാൻ പോണേ. ഇതാ നമ്മളെ വാഹനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് മെമ്പേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്രണ്ട് ലിസ്റ്റിൽ ആരും കാണാമല്ലോ ഗൈസ്. അതാ നമ്മൾ വിൽഡ് ഗൈസ് റിക്വസ്റ്റ് വന്നു. പപ്പ സൗണ്ട് ഉണ്ടാക്കല്ലേ ഗൈസ്. അപ്പം നമ്മളിതാ ഗൈസ് അപ്പം നമ്മളാ ഒരു ക്ലാസ്മേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ക്ലാസ്മേറ്റിൻ്റെ ഒപ്പമാണ് ഇനി ബാക്കിയുള്ള കളി. അവനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കും. ഇനി ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സും വരുമ്പോൾ അമ്മമാർ വരുമോയെന്നറിയില്ല. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടി. ഉമ്മാരെന്താണ് വീട്ടിൽ പോവുക വരിക, അതാണ് ഉമ്മാർക്കുള്ള പണി. അപ്പോൾ ഗൈസ് നമ്മൾ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുത്തനും കൂടി വരുന്ന ഇവനല്ല അവന്മാരെ കൊടുക്കല്ലേ. അവന്മാർ വന്നാൽ പിന്നെ എല്ലാവരും പോയി കളയും. അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളെ ഗ്യാങ് ഫുള്ള് വന്നിട്ടുണ്ട്. എന്താണ് ഗൈസ് അവന്മാർ ബാക്ക് അടിക്കാൻ പറഞ്ഞു. ഇനി അവന്മാരെ ആരെങ്കിലും ലീഡറാക്കാനാവും. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ പോവുക. അപ്പോൾ സാനിറ്റൈസറിൻ്റെ ഇത് ഓപ്പൺ ആയാൽ വന്നിട്ടുണ്ടാവുന്ന ടോപ്പുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതെന്താണ് ഗൈസ് ഒരു ടീമിൽ ഇത്ര ആൾക്കാർ. ഇത് നല്ല കാര്യമായി ഗൈസ്. ഇതിൽ 3 മതിലുണ്ട്. നമ്മൾ 1 ടാപ്പ് കൊണ്ടുള്ള കളി തുടങ്ങുകയല്ല ഗൈസ്. അപ്പോൾ അതാ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടു. ഇനി നമ്മൾ അവസാനിപ്പിച്ച സ്ഥലമല്ലേ ഗൈസ്? അല്ലല്ലേ ആണെന്നാ തോന്നണം. നമ്മൾ ഡെസേർട്ട് എടുത്തു, 2 ഗ്ലൂവാൾ എടുത്തു, 3 എടുത്തു, പിന്നെ കൂടി എടുത്തിട്ട് ഗ്ലൂവാൾ എന്തായാലും നമുക്ക് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പ്രസക്റ്റ് മാറ്റി കളിക്കുകയാണ്. ഇവനെന്താ ഗൈസ് അൺലിമിറ്റഡ് ആണ് ഗൈസ്. അവന്മാർ കളി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ അവന്മാർ ഉള്ളിലേക്ക് കളിയൊന്ന് കുറച്ചാൽ കളി അത്ര നല്ല കളിയൊന്നും കളിച്ചില്ല. നമ്മളെ ഹെൽത്ത് തുള്ളി മോശമാണ്. അപ്പം നമ്മൾ അതൊന്നും അധികം ശ്രദ്ധിക്കാൻ നിൽക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ വേഗം തോൽക്കുന്നത് എന്നാണ് തോന്നുന്നത്. രണ്ടും ഇപ്പോൾ ഇതിൽ മെയിൻ പ്രോ പ്ലെയറാണ്. ഇപ്പോൾ ഒറ്റക്ക് വന്ന് പെട്ടിട്ടുള്ളത്. ഇത് പേര് പെടലല്ല പെടുത്തലാണ്. അതുകൊണ്ട് ഇതവിടെ ഈ പ്രോ പ്ലെയറിൻ്റെ പണി ഇതാണ്. ഫുള്ള് കിട്ടാൻ തോന്നും.
Double takedown. ഗൈസ് അപ്പം നമ്മൾ വെട്ടമടിച്ചു. ഗൈസ് അപ്പം നമ്മളെ അടുത്തിപ്പോൾ ഒരു കറ്റാന ഉണ്ട്. അത് നമ്മൾ ഡെസേർട്ടും കറ്റാനും ഒക്കെ എടുത്താണ് വറപ്പിക്കാൻ പോണത്. ഗോവാളുണ്ട്. യുവമാരിന്നൊക്കെ കുപ്പിക്കാൻ കേട്ടോ ഗൈസ്. ഞാൻ പുള്ളി പൂരത്തിൽ കൂടിപ്പോയി. കണ്ടു അവന്മാരെ കണ്ടു. ഒരുത്തനത് ആ ഒരു മൂലക്ക് ഒരുത്തൻ വേറെ ഒരു മൂലക്കാണ് ഗൈസ്. അവിടെ ഒരുത്തൻ ഗോവാളിട്ട് കളിക്കുന്നുണ്ട്. ഇവനാണ് കളിക്കുന്നത്. വേറൊരുത്ത ഗോവാളിടുന്നത് കണ്ടോ ഗൈസ്. ഒരു ജമ്പുണ്ട്. ബാക്കിൽ നിന്ന് First doom. ടീമായൊട്ടക്കാർ പോയാൽ അപ്പോൾ അപ്പം നമ്മൾ പിന്നെയും ഡെസേർട്ട് തന്നെയാണ്. വേറെ വഴിയില്ല ഗൈസ്. ഇവന്മാർ ഇതാണ് പണി. റൂം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര പണി. നമ്മൾ അത്ര വലിയ പോയൊന്നും അല്ല. എന്നാലും അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മുന്നിലേക്ക് ചാടി പോവുകയാണ്. നമ്മളൊരു ഗോവാൾക്ക് ഞങ്ങൾ അതിൽ പെട്ടു ഗൈസ്. ഞങ്ങളൊരു ഗോവാൾ രക്ഷപ്പെടും. ഗൈസ് ഇതൊരു ടഫായ സ്ഥലമാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. മുകളിലാണ് ഗൈസ്. കണ്ടു ഞങ്ങൾ പ്രശ്നത്തിൽ മാറ്റിയാണ്. Help me! Help me! നമ്മളെ enemy ഇതാ പൊക്കം പറയുന്നുണ്ട്. ഒരു ജീവിതത്തിലേക്ക് ചാടിപ്പോയി. Double takedown. അവന്മാര് ജയിച്ചു. നമ്മൾ പിന്നെയും ഡെസേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല ടഫുള്ള പണിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മൾ പറഞ്ഞ അത്ര വലിയ പ്രോസൊന്നുമല്ല. എന്നാലും തുല്യൊക്കെ പ്രോസാണ്. അത്ര വലിയ പ്രോസമല്ല. ഒരു നോബ് എന്നൊക്കെ പറയാം. നിങ്ങളെ കണക്കിൽ നോബ്. അപ്പോൾ എൻ്റെ കറ്റാന പോയി കിട്ടിയിട്ടോ ഗൈസ്. ഒരു ഗോവാൾ ഒരു സേഫ്റ്റിക്ക് അമ്മമാരെ കണ്ടു. എന്താണ്
ഇടയിലൊരു ടീമേറ്റ് കൊണ്ട് വിളിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഫ്രീ ഫയറിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ വല്ല ഡ്രോപ്സ്, അതായത് നമുക്ക് നിങ്ങൾ പറയുന്ന ഡ്രോപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ഓൺലി 12 സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻസും അതേ ഇടേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകും.